രാജ്യത്തെ ജയിലുകളിൽ ഭീകരവാദ പ്രവർത്തനം വർദ്ധിക്കുന്നെന്ന് കേന്ദ്രം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്ത് നൽകി. ഭീകരവാദ കേസിൽ ജയിലിൽ ആയവരെ നിരീക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. ഇവർക്കായി അതീവ സുരക്ഷാ ജയിലുകൾ നിർമ്മിക്കണം. ജയിലിൽ ഇരുന്നു കൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശം പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് മറ്റ് നിർദ്ദേശങ്ങൾ? നിസ്സാരമായ ഒരു കത്തല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ചിട്ടുള്ളത്. കേന്ദ്രം പറയുന്നത് രാജ്യത്തെ ജയിലുകളിൽ ഭീകരവാദ പ്രവർത്തനം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, രാജ്യത്തെ ജയിലുകൾ ഭീകരവാദ കേന്ദ്രങ്ങളായി മാറുന്നു എന്നൊരു ആക്ഷേപവും വിവിധ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം പറയുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നാട്ടിലുള്ള സകലമാന ഭീകരവാദികളെയും, അത് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള കൊടും ഭീകരരെ വരെ പിടികൂടി വിവിധ ജയിലുകളിലാക്കിയിരുന്നു. ഇവർ ഈ ജയിലിൽ എത്തിയതിനു ശേഷവും അവരുടെ ഈ മതഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ചില സ്ഥലങ്ങളിൽ ചില സർക്കാരുകളുടെ, പ്രാദേശിക സർക്കാരുകളുടെ സഹായം അവർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യവും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഭീകരവാദ കേസിൽ ജയിലിലായവരെ നിരീക്ഷിക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ ചെന്നിട്ടുണ്ട്. ഇവർക്കായി അതീവ സുരക്ഷാ ജയിലുകൾ നിർമ്മിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയിലിൽ ഇരുന്നു കൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നു. കർണാടകത്തിലെ പരപ്പന അഗ്രഹാര ജയിലിൽ തടിയൻ്റെവിട നസീർ ഭീകരവാദ പ്രവർത്തനം നടത്തിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.